ഓക്കെ, അപ്പം പുതിയ അപ്ഡേറ്റ് സർവർ അപ്ഡേറ്റ്സുകൾ പറഞ്ഞുതരാം എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് തിങ്, പുതിയ ടി ഡി എം അല്ല, പഴയ ടി ഡി എം തന്നെ നമ്മൾ ലൊക്കേഷൻ സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. യെസ്, കാണാൻ പറ്റുമായിരിക്കും. ലൊക്കേഷൻ മാറ്റി തിരിച്ച് ഈ ഒരു ലൊക്കേഷനോട്ട് മാറ്റിയിട്ടുണ്ട്. കറന്റ് 2 മാപ്പുകളാണ് ടി ഡി എമ്മിൽ ഇട്ടേക്കുന്നത്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? അല്ല, നമുക്ക് സിറ്റി പോയത് കാണിക്കട്ടെ. ഏതാ? അതെ അതെ അതെ, ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇത് മെയിൻ സിറ്റി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് 50 സ്ലോട്ടിൻ്റെയും ഒന്ന് 25 സ്ലോട്ട്, 2 മാപ്പായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് എന്തിനാണ് മാറ്റിയെന്നുള്ള കാര്യം ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതെന്തിനാണ് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലീഡർ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലീഡർ ബോർഡ് പ്രകാരം, അതായത് ഏറ്റവും ഇതിൽ ഈ ലീഡർ ബോർഡ് പ്രകാരം ടോപ്പ് 3 1, 2, 3 ഈ 3 സ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക്, ഓക്കെ, ടോപ്പ് കിൽസിൽ ഈ 3 സ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് ഈ മന്ത്, അതായത് 1 മന്ത് നമ്മൾ മോണിറ്റർ ചെയ്യും. അതായത് 8 തൊട്ട് 7 വരെ. അതിൽ ഈ ടോപ്പ് 3യിൽ നമ്മൾ ഇവിടെ നമ്മുടെ പരുന്തുവാസു സ്പോൺസർ ചെയ്യുന്ന 15K എന്ന് പറയുന്ന ഒരു പ്രൈസ് മണി ഉണ്ടായിരിക്കും. എന്തിനെന്നോ, ടോപ്പ് കില്ലിന് ടി ഡി എമ്മിൽ. ടി ഡി എമ്മില് 1, 2, 3 പൊസിഷൻ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ഫസ്റ്റ് വരുന്ന ആൾക്ക് 8K ആയിരിക്കും ഉണ്ടായിരിക്കാൻ പോകുന്നത്. സെക്കൻഡ് വരുന്ന ആൾക്ക് 5K, തേർഡ് വരുന്ന ആൾക്ക് 2K, 2 or 3 ഡിപ്പെൻസ്. അങ്ങനെ ആയിരിക്കും ഇതിൽ പ്രൈസ് വരാൻ പോകുന്നത്. 1 മാസമാണ് ടി ഡി എമ്മിൽ കില്ല് ഗ്രൈൻഡ് ചെയ്യാനുള്ള സമയം. ആ എൻഡ് ഓഫ് 1 മന്ത് ആരാണോ ടോപ്പ് 3 നിൽക്കുന്നത്, ആ ടോപ്പ് 3 നിൽക്കുന്നവർക്കായിരിക്കും ഈ പ്രൈസ് മണി ഉണ്ടാകാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് അപ്ഡേറ്റ്. ഇതിൽ 2 മാപ്പാണ് ഉള്ളത്. ഇത് നോക്കണ്ട, ഇത് ഞാൻ മറ്റേ മെയിൻ സെർവറിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇത് പറ്റി, ഇതിൽ ഞാൻ ഇനി ഏതാ അങ്ങോട്ട് 4 പേര് ഇവിടെ 4 പേര് അപ്പുറത്ത് അടിക്കുന്നില്ലേ ടി ഡി എം, അത് നമ്മുടെ പി പി സെർവറിൽ വരും. ആണല്ലേ? ഓക്കെ, സെറ്റ് പി പി സെർവറിലെ വരും. ഡ്രാഗ് ചെയ്യട്ടെ ഞാൻ. ഏതാണ്? റീസെറ്റായി മെയിനിലെല്ലാം റീസെറ്റായി, മനസ്സിലായോ? ഗലീലി ഒബ്സർവേറ്ററി ആണ് ഇട്ടേക്കുന്നത്. ഇതിൽ 25 പേർക്ക് കളിക്കാം ഈ മാപ്പ്. അതേപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ ഈ കില്ല് എന്താ പറയുക, ചാവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഉടായ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ക്വിറ്റ് ഡി എം കമാൻഡ് ഇട്ട് വെക്കാറുണ്ടായിരുന്നു. കുഴപ്പമില്ല, കമാൻഡ് ഇട്ടുന്നവർക്ക് ഇപ്പോഴും കമാൻഡൊക്കെ വർക്കാവും. പക്ഷേ ഇതേപോലെ ഒരു ചെറിയൊരു മിനി ഗെയിമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് ആ മിനി ഗെയിം അടിച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ആ സമയത്ത് വെടികൊണ്ട് ചാവാം, എന്ത് വേണേലും സംഭവിക്കാം. അതേപോലെ 2 മാപ്പാക്കി ചുരുക്കിയത് വേറെ ഒന്നിനുമല്ല. ചിലപ്പം ഇവർ കയറിയിട്ട് മാപ്പിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് 2 പേരുടെ മറ്റേ കൊല്ലിപ്പിച്ച് കില്ല് ഉടായ്പ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അതും നമ്മൾ റിവോക്ക് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് ഭയങ്കര മുട്ട മാപ്പാണ് കേട്ടോ. എയർപോർട്ട് മുട്ട മാപ്പാ. അത് 50 പേരാ കളിക്കുന്നേ. 50 പേർക്ക്. അത് 50 അല്ല ആക്ച്വലി, അത് നല്ല വലുതാക്കിയിട്ടേക്കുന്നേ. അതിന്റെ കപ്പാസിറ്റി പൊടിക്ക് കുറച്ച് സ്പോൺ ലൊക്കേഷൻ തൊട്ട് എല്ലാം മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് സോൺ ഔട്ടിൽ പോയി സ്പോൺ ആവും. 50 ലൊക്കേഷൻ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ചില്ലറ ലൊക്കേഷൻ ഒന്നുമല്ല, ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് നോക്കേണ്ടി വരും. എന്തുവാടാ? പൊടിക്ക് സൗണ്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്തുവാ? സ്ക്രീൻ നോക്കിയാൽ ആരെല്ലാം അടിച്ചില്ല കേട്ടോ. ഡിസ്റ്റൻസ് കണ്ടാ എവിടെ? അടുത്ത് വന്നേ. എടാ, ഇത് ശരിക്കും ഇതിൽ 70 പേരുടെ കപ്പാസിറ്റിയാണ് ഞങ്ങൾ ഇട്ടത്. 70, മനസ്സിലായോ? പിടികിട്ടിയോ? അത് മനസ്സിലായി. ഒരുപാട് കൂടുതലെന്നാ പറയുന്നത്. ഭയങ്കര സൈസാ. എടാ, അതായത് ഫൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലാഗ് വരരുത്, ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾ അടുത്തടുത്ത് ഫൈറ്റ് എടുക്കും. ഇത് കൊല്ലടാ അവനെ എന്ന്. ഇത് നല്ലൊരു പരിപാടിയാണ്. ഈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കുന്നതിനൊക്കെ ഇത്ര വെളിയിരിക്കുന്നത് കേറാത്ത എന്താ? ഒരു വട്ടം ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂൾഡൗൺ ഉണ്ട് കേട്ടോ. മനസ്സിലായോ? അല്ല, ഒരു വട്ടം ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂൾഡൗൺ ഉണ്ട്. അത് ഒബ്സർവേറ്റർ ഫുൾ ആയി കഴിഞ്ഞാൽ ഇതിൽ കയറിട്ടല്ലേ കാര്യമുള്ളു.
ഒബ്സർവേറ്ററിലേക്ക് കയറുമ്പോഴാണ് ഒബ്സർവേറ്ററാണ് എല്ലാവരും കളിച്ച് വരിച്ചുള്ളത്. ഒബ്സർവേറ്ററിയുടെ സ്ലോട്ട് ഞാൻ കുറയ്ക്കാം, 15 ആക്കാം. എന്നിട്ട് മറ്റേ 70 ആക്കി കൂട്ടാം, 70 ആക്കാം. ഒബ്സർവേറ്ററിയോ അത് 25 കൂടുതലാണോ? 25 പണ്ടത്തെ അവിടേക്ക് 25 ഉണ്ടായിരുന്നു. അത് ഒരു അപ്ഡേറ്റ്. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അന്ന് ടർഫിൻ്റെ സമയത്ത് ചുമ്മാതെ ചിന്തിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത് നല്ല നല്ലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരുന്നൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ലയൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എലൈറ്റ് ഗ്യാങ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് സിറ്റിയിലുള്ള 30 ഗ്യാങ്ങുകളെ വെച്ചുകൊണ്ട് നമ്മൾ മറ്റേ PUBG പോലെ നമ്മൾ നടത്തിയൊരു ഇവൻ്റ് നടത്തും. അതിൽ 5 മാച്ചസ് ഉണ്ടാവും. 5 മാച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 6 മാച്ച് ആക്കാം, ഒരു ദിവസം 3 മാച്ച് വെച്ചിട്ട് മൊത്തം 2 ദിവസമായിട്ട് 6 മാച്ച്. എൻഡ് ഓഫ് 6 മാച്ചിന് ശേഷം, അല്ലെങ്കിൽ ആദ്യമേ 2 ഗ്രൂപ്പ് അടിച്ച് ഒരു ഗ്രൂപ്പാക്കി കുറച്ച് പിന്നെ അത് 5 മാച്ചോ 6 മാച്ചോ ആക്കേണ്ടി വരും. നമുക്കത് നോക്കാം, അതൊരു പോയിന്റ് ടേബിൾ പോലെ ആക്കാം. ആക്കിയിട്ട് അതിൽ ടോപ്പ് 3, ആ ടൂർണമെൻറ്റിൽ ടോപ്പ് 3 വരുന്ന 3 ഗ്യാങ് ആയിരിക്കും നമ്മുടെ സിറ്റിയിലെ ആദ്യത്തെ 3 എലൈറ്റ് ഗ്യാങ്സ് അല്ലെങ്കിൽ ലയൺസ്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പോൾ ഈ 3 ഗ്യാങ്ങുകൾക്ക് അവർ എലൈറ്റ് ഗ്യാങ് ആയതുകൊണ്ട് തന്നെ സിറ്റി, ഈ റോക്ക്സൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ, ആ ഒരു ഐലൻഡ് ഈ 3 ഗ്യാങ്ങുകളുടെ കൺട്രോളിലായിരിക്കും. സോ അവിടെ വാറ് കളിക്കാനും പ്രീ വാറ് കളിക്കാനും വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ഗ്യാങ്സുകളും 5 CR വെച്ച് വീക്കിലി എലൈറ്റ് ഗ്യാങ്സിന് കൊടുക്കണം. മനസ്സിലായോ? 5 CR വെച്ച് വീക്കിലി എലൈറ്റ് ഗ്യാങ്സിന് കൊടുക്കണം. ഈ 5 CR കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റോക്ക്സൂഡിൽ കയറാനോ അല്ലെങ്കിൽ അവിടെ വാറോ പ്രീവാറോ കളിക്കാനുള്ള പെർമിഷൻസ് ഉണ്ടാകത്തുള്ളൂ. ഇത് കൊടുക്കാത്ത പക്ഷം അവർ വാറോ പ്രീവാറോ റോക്ക്സൂഡിൽ വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എലൈറ്റ് ഗ്യാങ്സിന് പോയിട്ട് അത് ഇൻ്റർഫിയർ ചെയ്യാനുള്ള എന്താ പറയുക, റൈറ്റ്സ് അവർക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഗ്യാങ്ങുകൾ വിഷമിക്കേണ്ട. ഈ എലൈറ്റ് ഗ്യാങ്ങുകളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മാസമാണ്. എൻഡ് ഓഫ് എവറി മന്ത് ഈ ടൂർണമെൻറ്റ് വീണ്ടും നടക്കും. ബട്ട് ഇത് 2ാം മാസം ഈ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് എലൈറ്റ് ഗ്യാങ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അതിൽ ബാക്കിയുള്ള ഗ്യാങ്ങുകളായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ടോപ്പ് 3 വരുന്ന ഗ്യാങ്ങുകൾക്ക് എലൈറ്റ് ഗ്യാങ്ങുകളെ ചലഞ്ച് ചെയ്യാം. അവരുടെ എലൈറ്റ് ഗ്യാങ്ങിൻ്റെ പൊസിഷന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാം. സോ ഈ ഒരു സിനാരിയോ മാത്രം ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ നിൽക്കുവാണ്. അത് എലൈറ്റ് ഗ്യാങ്സിനെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കളിപ്പിക്കണോ, അല്ലെങ്കിൽ ആ എലൈറ്റ് ഗ്യാങ് ആയതിൻ്റെ പേരിൽ അവർക്ക് ആ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ കൊടുത്തിട്ട് വീണ്ടും ടോപ്പ് 3 വരുന്ന 3 ഗ്യാങ്ങുകൾ എടുത്തിട്ട് ചലഞ്ച് ചെയ്യാൻ കൊടുക്കണോ എന്നൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ക്ലിയറൻസും കൂടെ ഒന്ന് ഇതായാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന, അതായത് ഈ ടോപ്പ് 3 നിൽക്കുന്ന ഗ്യാങ് എലൈറ്റ് ഗ്യാങ്ങുകളെ ചലഞ്ച് ചെയ്യാം. വാറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ വാറ് ജയിക്കുന്ന ഗ്യാങ്ങിന് എലൈറ്റ് ഗ്യാങ്, ഇപ്പം 2ാമത്തെ 27, ബാക്കി 27 ഗ്യാങ് ഉള്ളതിൽ ടോപ്പ് 3, 2ാം മാസം ടോപ്പ് 3 വരുന്ന ഒരു ഗ്യാങ് ആണ് ജയിക്കുന്നതെന്ന് കരുതാം വാറ്. എങ്കിൽ പഴയ എലൈറ്റ് ഗ്യാങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഗ്യാങ് ആ ഒരു എലൈറ്റ് ഗ്യാങ് പൊസിഷനിലോട്ട് വരും. മനസ്സിലായോ? ഇതാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്. ഇത് ഉടനെ തന്നെ ഇതിൻ്റെ ടൂർണമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മേ ബി വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഓർ ഇൻ എ ഡേ. ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലോ ഇതിൻ്റെ ഒരു ഫൈനലൈസേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമേ 30 ഗ്യാങ്ങിനെ 3 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റാണ് ചെയ്യാൻ പോകുന്നത്. ആ 30 ഗ്യാങ്ങിനെ 3 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ 3 ഗ്രൂപ്പിൽ ഉള്ളവർക്കും ഓരോരോ മാച്ചസ് അവർക്കുണ്ടായിരിക്കും. ഒരു മാച്ചല്ല, 2 മാച്ചസ് ഉണ്ടായിരിക്കും ഈ 3 ഗ്രൂപ്പിൽ. മൊത്തം 6 മാച്ച്. ഈ 3 ഗ്രൂപ്പിൻ്റെ മാച്ചും കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഇതിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 ടോപ്പ് 4 ഗ്യാങ്ങുകൾ എടുത്തിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് വരും. ആ 12 ഗ്യാങ്ങിൻ്റെ ലിസ്റ്റ് വരും. ആ 12 ഗ്യാങ്ങിൻ്റെ ലിസ്റ്റിൽ നിന്ന് ടോപ്പ് 3 വരുന്നവരായിരിക്കും എലൈറ്റ് ഗ്യാങ് ആയിട്ട് മാറുന്നത്.
ബ്രാവോ ഗ്യാങ് മോണിറ്ററിങ് എപ്പോഴും നടക്കുന്നുണ്ടോ? ഗ്യാങ്ങിൻ്റെ പോയിന്റ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ക്രൈറ്റീരിയ അപ്പാക്കിയിട്ടില്ല, അത് നമ്മൾ അപ്പാക്കും. ഇപ്പം നമ്മൾ സിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഡിലേ ആക്കിയത്. ഇപ്പം ഇന്നലെയും വരുന്നത് സിറ്റി സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ ഇന്നും അങ്ങനെ എന്താണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് അവരുടെ ഗ്യാങ് മോണിറ്ററിങ് ക്രൈറ്റീരിയ സ്റ്റാർട്ടാകും. വെദർ ദ ഗ്യാങ്ങിന് സസ്പെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആക്ടിവിറ്റി കാണിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലാത്ത പക്ഷം സസ്പെൻഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഡിസ്മാൻഡിലായി പോകും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. കേട്ടല്ലോ അല്ലേ? സസ്പെൻഷൻ ഉണ്ടെങ്കിൽ സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. ഇതിപ്പോൾ ഫുൾ PvP ഗെയിം. എനി അപ്ഡേറ്റ്സ് ഫോർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ RP? ഓഫ് കോഴ്സ്, നമ്മൾ പുതിയ ജോബുകൾ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിറ്റിസൺസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മേയർ എലക്ഷൻ ഉടനെ വരുന്നുണ്ട്. നമ്മുടെ സിറ്റിയിലെ എക്കണോമി, അതായത് ഗവൺമെൻറ് GOV എന്ന് പറയുന്ന നമ്മുടെ പുതിയ ബാങ്കിങ് കാണിച്ചു തരാം. സോറി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പറ്റി പറയാമല്ലേ. അപ്പം GOV എന്ന് പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. സെറ്റ് ജോബ് GOV 4 അല്ല, 4 ഇല്ല, അപ്പോൾ 3 ആയിരിക്കും. 3 ഇല്ലേ? സെറ്റ് ജോബ് GOV കൊടുക്കാം. എക്സിക്യൂട്ടീവ് മാക്സ് ജോബ് മെസ്സേജ് പ്ലെയർ ഓൾറെഡി ഹാസ് മാക്സിമം ജോബ്സ്. ഓക്കെ, F10 ജോബ് ടാക്സി ഡിപ്പാർട്ട്മെന്റ് ഓഫ് DOJ ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ചീഫ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൽ നമ്മൾ ക്രൈറ്റീരിയാസ് കൊണ്ടുവരും. അതിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സംഭവം വരും. ഇവിടെ ബാങ്കിങ്ങിൽ തന്നെ ഇതാണ് നമ്മുടെ പുതിയ ബാങ്കിങ്. ഓക്കെ, ഇത് മോസ്റ്റ് പ്രോബബിളി നാളത്തേക്ക് നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പുഷ് ചെയ്യുന്നതായിരിക്കും. നമ്മളിതിൻ്റെ ചെക്കിങ്ങിലാണ്, ഫൈനൽ ചെക്കിങ്ങിലാണ്. എല്ലാ ക്ലബ്ബുകളുടെയും സൊസൈറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. എന്തോ സിറ്റികളിലെ ആർക്കും മേയർ ആവാം. അതിന് അവർക്ക് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വോട്ട് വാങ്ങി മേയർ ആവുന്നതാണ് അവരുടെ കഴിവ്. മനസ്സിലായോ? ആവശ്യം തലവേദന എനിക്ക് വേണ്ടടാ, നീ എനിക്ക് കൂട്ടിത്തരല്ലേ ദയവ് ചെയ്ത്. ആരോട് കൊടുക്കാൻ പോയാലും പറയാം അപ്പോൾ ടർഫ് സോൺ മെയിൻ സെർവറിൽ വരുമ്പോൾ അതും നമുക്ക് കൊണ്ടുവരാടാ. നമ്മൾ ബാക്കി സെർവറിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ. സോ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ബാലൻസ് കണ്ടോ? അതായത് നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ടോള് നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പേയ്മെൻറ്റ് അടയ്ക്കും അല്ലേ? ആ പേയ്മെൻറ്റ് വരാൻ പോകുന്നത് ഗവൺമെൻറ്റിലോട്ടായിരിക്കും. നിങ്ങൾ EMSൻ്റെ അടുക്ക പോയി നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന പൈസ അത് പോകാൻ പോകുന്നത് ഗവൺമെൻറ്റിലോട്ടായിരിക്കും. നിങ്ങൾ PD പോയി അടയ്ക്കുന്ന ഫൈൻസ് അത് പോകാൻ പോകുന്നത് ഗവൺമെൻറ്റിലോട്ടായിരിക്കും. എന്നിട്ട് ഇപ്പോൾ പോകുന്നത് PDയിലോട്ടും EMSലോട്ടുമാണ് പോകുന്നത്. എന്നിട്ട് ഇനി മുതൽ ഗവൺമെൻറ് അക്കൗണ്ടിൽ നിന്നായിരിക്കും PD, EMS, DOJ അതേപോലെ ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് എൻറ്റിറ്റീസിൻ്റെയും സാലറി കാര്യങ്ങൾ എല്ലാം പോകാൻ പോകുന്നത്. അതായത് ഗവൺമെൻറ് സിറ്റിയിലെ ചെലവുകൾ കൺട്രോൾ ചെയ്യാത്ത പക്ഷം ഈ പറയുന്നത് പോലെ സിറ്റിയിലെ ആൾക്കാരെ കൊണ്ട് ചെലവ് കൺട്രോൾ ചെയ്യിപ്പിച്ച് ഇവരുടെ സാലറിയും കൊടുത്ത് ഇത് മുന്നോട്ട് പോകണം. അതേസമയം ഈ പറയുന്നത് പോലെ ആൾക്കാരുടെ ചെലവ് വർദ്ധിക്കാനും പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ടാക്സ് കൂടാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന കുറച്ച് തലയുള്ള ആളായിരിക്കണം മേയർ. മനസ്സിലായോ? ഇൻ കേസ് അപ്പോൾ ഖജനാവ് കാലിയാക്കിയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഖജനാവിൽ നമ്മൾ പൈസ ഇട്ട് കൊടുക്കത്തില്ല, 1 രൂപ ഇട്ട് കൊടുക്കത്തില്ല. അവർ തുടങ്ങുമ്പോൾ 0 എന്നായിരിക്കും തുടങ്ങുന്നത്. ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വീക്ക് ഓടാൻ വേണ്ടിയിട്ട് PDയുടെയും EMSൻ്റെയും 1 വീക്ക് സാലറി മാത്രമായിരിക്കും നമ്മൾ അവരുടെ ഖജനാവിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആ ബേസിക് എമൗണ്ട് മിനിമം അവർ ഇറങ്ങുമ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ടാക്സ് ചെറിയ ചെറിയ ടാക്സസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുവാണെങ്കിലുള്ള ടാക്സ് വരുന്നില്ലേ, അതെല്ലാം ബാങ്കിങ്ങിലോട്ടാണ് പോകുന്നത്. അല്ലാതെ എന്താണ് പറയുക, ട്രാൻസാക്ഷൻ ബേസിസിൽ ചെറിയൊരു ഫീ ഉണ്ടായിരിക്കും. സൊസൈറ്റി ബാലൻസ് ഇതിപ്പോൾ നമ്മൾ ഷെയർഡ് അക്കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തതാണ്, നോക്കണ്ട. ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് എമൗണ്ട് എത്രയാണെന്ന് അറിയാം. ഇതിപ്പോൾ നിങ്ങളിപ്പം ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, 1 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ, കൺഫേം അടിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ എന്തിനാണ് ഇതിപ്പോൾ ഡെപ്പോസിറ്റാണ്, അത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ല. മനസ്സിലായോ?
ഇതൊക്കെ ആ ശരത്തേട്ടാ അതൊക്കെ അത്രേ ഉള്ളു. നിങ്ങളിത് പുല്ലുവല്ല ചെയ്യത്തില്ലേ, അതൊക്കെ അത്രേ ഉള്ളു, പിന്നെ അല്ല. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ വിഡ്രോയിലിന് നിങ്ങൾക്ക് നോട്ട് കൊടുക്കാം. കാർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിൽ അത് എന്തിനാണ് നിങ്ങൾ ആ പൈസ വിഡ്രോ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതായത് സെർവർ ഇപ്പോൾ ഈ പ്ലെയറിൻ്റെ ഇപ്പോൾ 1 രൂപയാണെങ്കിൽ പ്ലെയറിൻ്റെ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ പുള്ളിയുടെ സിറ്റിസൺ ഐ ഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലെങ്കിൽ അക്കൗണ്ട് ഐ ഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൊസൈറ്റിയിലോട്ട് ഡയറക്റ്റ് ഏത് സൊസൈറ്റിയാണോ ഡയറക്റ്റ് ആ സൊസൈറ്റിയിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ലോണിൻ്റെ സിനാരിയോസും ഉണ്ട്. ഇതെല്ലാം ടെസ്റ്റിങ്ങിലാണ് ഗൈസ്. ഇതിപ്പം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് സെർവറിൽ വരും. മാപ്പ് ഭയങ്കര വലുപ്പമാണ്. TDMന്റെ മാപ്പാണോ? അത്രയും വലുപ്പം വേണ്ടേ? ടോൾ ഫണ്ടൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ടോൾ ഫണ്ട് എല്ലാം നമ്മുടെ മെയിനിൽ ഗവൺമെൻറ്റിലോട്ടാണ് പോകുന്നത്. അതേപോലെ നിങ്ങൾ ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഇല്ലേ, ഫോൺ ത്രൂ ട്രാൻസ്ഫറിങ്ങിനുള്ള പൈസ, അങ്ങനെ ഗവൺമെൻറ്റിലോട്ട് എന്തൊക്കെ ഗവൺമെൻറ്റിലോട്ട് പോകുമോ മേയർ വന്നു കഴിഞ്ഞാൽ ആ ഫണ്ടുകളെല്ലാം ഗവൺമെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. മനസ്സിലായോ? ഒരു ട്രാൻസ്പെറൻറ്റ് ഗവർണറെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സിറ്റിയിലെ പമ്പിൻ്റെ വില ഓക്കെ പെട്രോളിന് എത്ര രൂപയാവണം എന്ന് ഗവർണറിന് അല്ലെങ്കിൽ മേയറിന് തീരുമാനിക്കാം. അതേപോലെ സിറ്റിയിലെ ഭക്ഷണത്തിൻ്റെ വില എത്ര ആവണമെന്ന് ഈ പറയുന്ന പോലെ മേയറിന് തീരുമാനിക്കാം. ഇപ്പോൾ ഒരു നല്ലൊരു മേയറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്നത് പോലെ എത്രയാണ് ഫുഡ്, ഇപ്പോൾ ഫുഡിൻ്റെ വില 1 ലക്ഷമാണെന്ന് കരുത് കറൻ്റ്ലി. മേയറിന് പറയാം 50 ലക്ഷത്തിൽ കൂടുതൽ ഫുഡിൻ്റെ വില ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അപ്പോൾ മേയർ ചിന്തിക്കണം ആ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊരു വിലയുണ്ടെന്ന് ചിന്തിക്കണം. അപ്പം ആ സാധനങ്ങളുടെ വില ഇത്ര ആയിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് 50,000 കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ മേയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ഭക്ഷണം 50,000 കൊടുക്കാൻ പറയണം. എന്നിട്ട് എത്ര ഭക്ഷണം അവർ വിൽക്കുന്നോ അതിന് വേണ്ടിയിട്ട് അവരുടെ ബാക്കി എമൗണ്ട് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് അവർക്ക് കൊടുക്കണം. അതൊക്കെ ഒരു RPs ആണ്, മേയറുകളുടെ RPകളാണ്. അതിലൊന്നും നമ്മൾ കൈകടത്താനില്ല. ഒരു മേയറിനെ ചിന്തിച്ച് എങ്ങനെ ഉചിതമായി ചെയ്യാം. മേയർ ഒരിക്കലും ചിന്തിക്കരുത് ഭക്ഷണത്തിൻ്റെ വില 50,000 തൊട്ട് എന്നിട്ട് സർവർ വന്ന് പറയണം അത് കോൺഫിഗിലൊന്ന് എഡിറ്റ് ചെയ്ത് 50,000 ആക്കിയേക്ക്. അത് നടക്കില്ല. മനസ്സിലായോ? അത് നടക്കില്ല. ഇപ്പോൾ ഉള്ള എല്ലാം അതേപോലെ തന്നെ ആയിരിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഭക്ഷണത്തിനും ഇതിനൊക്കെ ഇത് വില കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കറിക്ക് വില നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാരണം പച്ചക്കറിക്ക് മിനിമം അത്ര പൈസ കൊടുത്താലേ പച്ചക്കറി കിട്ടത്തുള്ളൂ. അപ്പം മേയറിൻ്റെ RP നമ്മൾ RP സൈഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല നല്ല ഐഡിയാസുകൾ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഐഡിയ സെർവറിൽ വന്ന് നിങ്ങൾ കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെർവർ സൈഡിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം സെർവർ സൈഡിൽ ചെയ്തു തന്നിരിക്കും. അത് RPക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഇവൻ്റ് നടത്തുന്നത് ഒരു RP ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഇതേപോലെ PD ആയിട്ടൊരു RP ചെയ്യണം, ഇതേപോലെ ഒരു സിനാരിയോ ആണ്, ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ടെററിസ്റ്റാണ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ RP ഒരു ടെററിസ്റ്റ് RP ആണ്, അപ്പോൾ അതിൽ ഇന്ന പോലെ കാര്യങ്ങളുടെ ആവശ്യമുണ്ട്, അതിനൊരു മാപ്പിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാപ്പ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇവൻ്റായിട്ട് ഞങ്ങൾ ആഡ് ചെയ്ത് തരാം. 1 ഡേ ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരാം. ഇത് പക്ഷേ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇവൻ്റായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ 48 hours പ്രയർ, അതായത് 48 മണിക്കൂറുകൾക്ക് മുമ്പ് ടിക്കറ്റ് റേസ് ചെയ്തിട്ട് ആ മാപ്പിന് ഉള്ള പെർമിഷൻ വാങ്ങണം. മനസ്സിലായോ? ആ മാപ്പിനുള്ള പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മാപ്പിനുള്ള പെർമിഷൻ തരാൻ പറ്റത്തുള്ളൂ. അത് അപ്രൂവൽ വാങ്ങണം, അതായത് മാപ്പ് ഡെവലപ്പറിൻ്റെ അപ്രൂവൽ വേണം ആ മാപ്പ് ഓക്കെയാണ് ഇവൻറ്റിന് വേണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതേപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത ടീമിന് നിങ്ങൾ ഇൻഫോം ചെയ്തിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വിത്തിൻ അതിപ്പോൾ നിങ്ങൾക്ക് നാളെയാണ് നടത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും മാപ്പ് തരണം. മനസ്സിലായോ? നിങ്ങൾക്ക് നാളെ നടത്തണമെങ്കിൽ ഇന്നെങ്കിലും മാപ്പ് തന്നു കഴിഞ്ഞാലേ നാളത്തേക്ക് നമുക്ക് ഇട്ട് തരാൻ പറ്റത്തുള്ളൂ. പിന്നീട് അതൊരു വിഷമമായിട്ടോ ഇതായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ജോബ് അപ്ഡേറ്റ്, പുതിയ ഒരു ഇലക്ട്രീഷ്യൻ ജോബ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ ജോബ് അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. എടാ നിങ്ങളിവിടെ കേട്ടോ, ഞാനേ എന്നാൽ അപ്പുറത്ത് എക്സ്റ്റാൻഡേഴ്സ് പോയിച്ചും പറയാം കേട്ടോ. എവിടെ ഇറക്കി എവിടെ
ലൈവ് സൗണ്ട് ഓൺ. സൈറൻ. അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനായിരുന്നു ഈ സെർവർ കയറിയേ? ഗണ്ണ് കാണിക്കാൻ. ആ ഗണ്ണെന്ത് എന്നിട്ട്? ഗണ്ണിന്റെ പേരെന്തായിരുന്നു? സൂപ്പർ. പറഞ്ഞായിരുന്നോ സംഭവം രാവിലെ? പറഞ്ഞു അനൗൺസ്മെന്റ് ഗണ്ണെന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് കാണുന്നില്ലല്ലോ. പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞു, ഞാനൊരു അനൗൺസ്മെന്റ് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് വളരെ സിമ്പിളാണ്. അതായത് TDM ടോപ്പ് കില്ല്, ലീഡർ ബോർഡിൽ ടോപ്പ് കില്ല് വരുന്ന വ്യക്തികൾക്ക്, ഏറ്റവും കൂടുതൽ കില്ലുള്ള ആൾക്കാർക്ക് ടോപ്പ് 3. ഫസ്റ്റ് ആൾക്ക് 8K, സെക്കൻഡ് ആൾക്ക് 5K, തേർഡ് ആൾക്ക് 2 to 3K. അത് തീരുമാനിച്ചില്ല. ഒരു 2K എഴുതിക്കോ. കൂടുതലാണെങ്കിൽ പിന്നെ 3K കൊടുക്കാമല്ലോ. ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. എത്ര ദിവസം? 1 month ടൈം. ലാസ്റ്റ് ഡേറ്റ് 7/8. അതായത് ഓഗസ്റ്റ് 7 വരെയാണ് TDM ഗ്രൈൻഡിൻ്റെ സമയം. അതിനുള്ളിൽ ടോപ്പ് 3 എത്തുന്ന ആൾക്കാർക്ക് ഈ പ്രൈസ് മണി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മേയർ ഇലക്ഷൻ വെക്കുന്നതിനൊപ്പം എല്ലാ ബിസിനസ് സൈഡിലും നിന്ന് ഓരോ കാൻഡിഡേറ്റിനെ മേയറിൻ്റെ ഒപ്പം ഒരു ടീമാക്കിയാൽ ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിൽ ഓരോ കാര്യത്തിലും അവർക്ക് കറക്റ്റായി വർക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു സംഭവം ഇല്ലടാ, ഞാനത് ചിന്തിച്ചപ്പോഴത്തേക്ക് ഈ മേയറിൻ്റെ സംഭവത്തിൽ ആക്ച്വലി മേയർ വേണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക. മനസ്സിലായോ? എന്താണ് ചെയ്യേണ്ടത് എന്ന് മേയറാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഈ ബിസിനസ്സിൻ്റെ സിനാരിയോയിൽ ബിസിനസ്സിൻ്റെ ഇൻകം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നൊരു സംഭവം വളരെ ഇതായിട്ടുള്ളൊരു സാധനമാണ്. സോ അവർക്ക് ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ മേയറിനോട് സംസാരിച്ച് അവർക്ക് അതിനെപ്പറ്റി ഒരു ഇത് ചെയ്യാൻ പറ്റും, ഇൻകം കൂട്ടുന്നൊരു സിനാരിയോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഗവൺമെൻറ് റിലേറ്റഡ് കാര്യം ഞാനിപ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ആ സിസ്റ്റം ഇപ്പോൾ ടോളിൻ്റെ പൈസ അങ്ങനെയുള്ള അല്ലാതെ ഫോണ് ബാങ്കിങ് യൂസ് ചെയ്യുന്നതല്ലാതെ എങ്ങനെയാണ് ആ ഒരു ഇൻ്റഗ്രേഷൻ കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് ഗവൺമെൻറ്റിന് മണി ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മന്താണ് ടൂർണമെൻറ്റ് സ്റ്റാർട്ടാകുന്നത്. അതെ തന്നെ. ബോഗ് റിക്കിനോട് കൊണ്ടുവരാൻ പറ. ആഡ് ബ്രോ ആൻഡ് ഡൈനാമിക് ബ്രോ ഒക്കെ ബിസി ആണെങ്കിൽ. അപ്പോൾ തെറി കുറയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. സിറ്റിയിൽ ആർക്കും ഒരു കൺട്രോളില്ല. അച്ഛനും അമ്മേനെയും വിളിക്കൽ എത്ര പറഞ്ഞിട്ടൊന്നും. സ്നൈപ്പർ ഉള്ളൊരു ബോഗ് ഒരു വാർസോൺ കൊണ്ടുവരുമോ? ഇല്ലടാ, സ്നൈപ്പർ ഉള്ളൊരു സാധനവും കൊണ്ടുവരത്തില്ല. എലൈറ്റ് ഗ്യാങ്ങിന് പ്രീ വാർ കളിക്കാൻ 5 CR വെച്ച് ഒരു എലൈറ്റ് ഗ്യാങ്ങിന് കൊടുക്കണം. ഓരൽസ് 5 CR വെച്ച് ഈച്ച് ഗ്യാങ്ങിന് കൊടുക്കണം. അങ്ങനല്ല, വീക്കിലി ഒരാഴ്ചയിൽ 5 CR അവർ ഈ പറയുന്ന പോലെ എലൈറ്റ് ഗ്യാങ് മീറ്റിംഗ് ഉണ്ടാവും എല്ലാ വീക്കിലും. ആ വീക്കിൽ ഈ പറയുന്നത് പോലെ എമൗണ്ട് അവർ പേ ചെയ്യണം എലൈറ്റ് ഗ്യാങ്ങിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഇല്ലീഗൽ ബിസിനസ്സുകളും കൊണ്ടുവരാൻ പോവുകയാണ് ഉടനെ തന്നെ. അതായത് ഗ്യാങ്ങുകൾക്ക് ഇതുവരെ നമ്മൾ ബിസിനസ് കൊടുത്തിട്ടില്ല, അത് ഇല്ലീഗൽ ബിസിനസ് വരാൻ പോവാണ്. അതിൻ്റെ ഓപ്ഷൻ ബ്ലാക്ക് മണിയിലായിരിക്കും നടക്കാൻ പോകുന്നത്. മേയർ ഇലക്ഷൻ വേണ്ട, സിറ്റി 12 ഡിവൈഡ് ആക്കി റിയൽ ഇലക്ഷൻ പോലെ ചീഫ് മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ കൊണ്ടുപോകുന്നു. അപ്പോൾ ലീക്ക് ആവാണ്ട് നോക്കി വന്നു. അപ്പോൾ ഗ്യാങ് വണ്ടി ലീക്ക് ആവാണ്ട് നോക്കിയോ? ഇല്ലല്ലോ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അസറ്റ് ഇവിടെ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ തരിക. നമുക്ക് അസറ്റ് പോകുന്നതിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. തരുന്ന അസറ്റ് എസ്ക്രോ ആക്കി തരിക, ഞങ്ങൾക്ക് അതിൻ്റെ ഓപ്പൺ ഫയലും തരണ്ട. എസ്ക്രോ പൊട്ടിക്കുന്ന ടൂൾസ് ആൾക്കാർ ഉപയോഗിച്ച് അത് എസ്ക്രോ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി CFX ആണ് ഏറ്റെടുക്കേണ്ടത്, ഞങ്ങളല്ല. ഇനി ഇൻകം ടാക്സ് ടീം അണ്ടർ മേയർ, ദേ ക്യാൻ ചെക്ക് ഗ്യാങ്സ് ആൻഡ് ബിസിനസ് ഇൻകം, ദേ ക്യാൻ ഡിമാൻഡ് ടാക്സ് ബേസ്ഡ് ഓൺ സ്റ്റേബിൾ റേറ്റ്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ഈ ബിസിനസ്സിൻ്റെ ഇൻകംസ് നമുക്ക് ഈ ബിസിനസ് ഇൻകം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കാൻ എന്നൊരു സംഭവം ഞാൻ ചിന്തിക്കുന്നുണ്ട്. സോ
ആ ഓരോ സ്ലാബ് ബേസിസിൽ നമുക്ക് ഇൻകം പ്രോഫിറ്റബിൾ ആക്കി കൊടുക്കാം. ആ സ്ലാബിന് മുകളിൽ വരുന്ന എല്ലാത്തിനും ടാക്സേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു നല്ലൊരു മേയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിറ്റിയിൽ എല്ലാ സിറ്റിസൺസിനും ഹീലിങ്സ് ഫ്രീ ആക്കി കൊടുക്കാം. മനസ്സിലായോ? എന്നിട്ട് ആ ഒരു ഹീലബിളിൻ്റെ എമൗണ്ട് മാത്രം ഗവൺമെൻറ് സൈഡിൽ നിന്ന്, അതായത് എത്ര ഹീലബിൾസ് EMS യൂസ് ചെയ്ത്, ഇതെല്ലാം അവർക്കിടയിൽ കുറേ RPs ക്രിയേറ്റ് ആവും. ടോപ്പ് 10 KD പ്ലേസിന് എന്തെങ്കിലും റാങ്കിങ് ഉണ്ടോ? 1, 2, 3 ഒക്കെ. ടോപ്പ് കിൽസിനാണടാ റാങ്കിങ് വരുന്നത്. അപ്പോൾ ലാൻസ് കോൺസെപ്റ്റ് 3 ഹെഡഡ് ഡ്രാഗൺ നെയിമിൽ ആ ഒരു കോൺസെപ്റ്റിൽ ചെയ്താലോ? അത് കൊള്ളാം. 3 ഹെഡഡ് ഡ്രാഗൺ എന്തുവാ പേര് പറയുന്നത്? ട്രയാഡോ? പക്ഷെ അത് റിയൽ ലൈഫിലെ ഇതായി പോകത്തില്ലേ? നമുക്ക് ChatGPT-യോട് എല്ലാം ചോദിച്ചു നോക്കാം, അത് യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടോ. ChatGPT ഇല്ലെന്ന് പറയും, എന്നിട്ട് പണി വരാൻ പോകുന്നത് നമുക്കായിരിക്കും. അപ്പോൾ ChatGPT-യോട് പോയി ചോദിക്കുക, നീ എടാ നാറി ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പതാ ഞങ്ങൾ പെട്ടിരിക്കാന്ന് പറയാൻ പറ്റുമോ? ഹൈഡ്ര ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. എന്താണ് അപ്പ ടൂർണമെന്റ് എന്നൊക്കെ പറയുന്നതെന്ന്? ബ്രോ, ഒന്ന് സിറ്റിക്കകത്ത് തന്നെ ടോപ്പ് ഗാങ്സുകളെ കണ്ടുപിടിക്കാൻ ഒരു ടൂർണമെന്റ് നടത്താമെന്ന് വിചാരിച്ചു. അത് വെച്ചിട്ട് അതിൽ നിന്ന് എലൈറ്റ് ഗാങ്സുകളെ സെലക്ട് ചെയ്യാന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടൂർണമെന്റ് ഒക്കെ ഒന്ന് ഒതുങ്ങി തീർന്നിട്ട് എന്താ പറയുക, എക്സ്ലാൻഡിസിലുള്ള എല്ലാ ഗ്യാങ്ങുകൾക്കും ഒരു 2 സ്ലോട്ട് ഇട്ടിട്ട് ഒരു 1 lakh പ്രൈസ് പൂളിൽ ഒരു PUBG ടൂർണമെന്റ്, അതായത് ഒരു ടീമിൽ 6 പേർ, 2 സബ് 4 മെയിൻ പ്ലേയേഴ്സ് വെച്ചിട്ട് GTA-ക്കകത്ത PUBG അങ്ങനൊരു ടൂർണമെൻറ്റും കൂടെ നടത്താം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 lakh പ്രൈസ് പൂള് ഓൾമോസ്റ്റ് ആയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല അതിനെ പറ്റി. എന്നിട്ട് ആ ഒരു ടൂർണമെൻറ്റും കൂടെ നമുക്ക് നടത്താം. ആദ്യമേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക എലൈറ്റ് ഗാങ്സിൻ്റെ ടൂർണമെൻറ്റ് നടത്താം. അതാണ് സംഭവം. ഓൾസോ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് RP ഒക്കെ ചെയ്യും, ലൈക്ക് നോ മൊബൈൽ ആൻഡ് റേഡിയോ കണക്ഷൻ ലൈക്ക് റിയൽ ഇൻകം ടാക്സ് എന്നല്ലേ. അതിന് നമ്മുടെ റേഡിയോയ്ക്ക് ജാമർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ സിറ്റിയിൽ അത് ഇടാത്തയാ. സിറ്റിയിൽ ആ ജാമർ, ഈ ഫോണിനും ജാമർ വരുന്നുണ്ട്. ആ ജാമർ കൊണ്ട് വെക്കുവാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് സെല്ലും ഫോണും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അവർക്ക്. ഇതൊക്കെ ഒരു RP ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നീട്. AIP വൺ സജഷൻ, ഇതിൻ്റെ റിയൽ ലൈഫ് പോലെ ടാക്സബിൾ ഫ്രം പേഴ്സൺ. ഒരു പേഴ്സണിൽ നിന്ന് ടാക്സബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ടാക്സബിൾ ഇൻകം എത്ര, നോൺ ടാക്സബിൾ ഇൻകം എത്ര എന്ന് മനസ്സിലാവണം. അതിന് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൈനൂനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചല്ലർക്ക്. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട്, മനസ്സിലായോ? അതിൻ്റെ അകത്ത് അയാൾക്ക് ടാക്സബിൾ ഇൻകം അതിൻ്റെ അകത്തോടെ ഡിപ്പോസിറ്റ് ചെയ്യാം. ഹലോ കേക്കാവോ? പറയൂ ബ്രോ. ലൈക്സ് ഉണ്ട് കൊണ്ടാണ്. എന്താ ബ്രോ? അല്ല ഒന്നുമില്ല, മറ്റേ 2 ഫുൾ ഇട്ടാ. 2 ഫുള്ളായോ? 2 ഫുള്ളാ? ബാക്കിയുള്ളവർ ക്യൂ നിന്ന് ചെയ്യട്ടെ. 50, 25 അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് അത് അല്ല, മറ്റേ ഇത് DM നോക്കി അത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇടാനാ.